എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 20 ശ്ലോകം 11, 12, 13, 14, 15 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. വർഷകാലത്തിന്റെ വർണ്ണന എന്ത് മനോഹരമായ ഉപമകളോട് കൂടിയിട്ട് ഓരോ വാചകത്തിനും ഉപമയുണ്ട്. ആ തത്വങ്ങള് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത. തത്വങ്ങള്, അതുപോലെ മനോഹരമായ സാഹിത്യം, ശാസ്ത്രം, വേദം എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ ഭാഗവതം. പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും അല്ലെ, ഭഗവത് ഭക്തന്മാർക്ക് ഏറ്റവും എന്നും ഉപാസിക്കേണ്ടതായിട്ടുള്ള ഗ്രന്ഥം. ശുക്ലാം പരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. ഹരിതാ ഹരിഭിഃ ഷഷ്പൈ ഇന്ദ്രഗോപൈശ്ച ലോഹിതാ ഉച്ഛിരേന്ദ്രകൃതച്ഛായ നൃണാം ശ്രീരിവ ഭൂരഭൂത്. ചില സ്ഥലത്ത് പച്ച പുല്ലുകള് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് പച്ച നിറമായും, മറ്റു ചിലയിടത്ത് തുടുത്ത നിറത്തിലുള്ള ഒരുമാതിരി കീടങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തുടുത്ത നിറമായും, ചില ദിക്കില് കുടയുടെ ആകൃതിയിലുള്ള വെളുത്ത കൂണുകള് മുളച്ചു നിൽക്കുന്നത് കൊണ്ട് വെളുത്ത നിറത്തിലും ഇരിക്കുന്ന ഭൂമി. രാജാക്കന്മാരുടെ സേന പോലെ ഇരിക്കണം. സൈന്യത്തിലുള്ളവർക്ക് പരമോത്സാഹം ഉണ്ടാവാൻ വേണ്ടി വിചിത്രങ്ങളായിരിക്കുന്ന ഉടുപ്പുകള് രാജാക്കന്മാര് കൊടുക്കണം. പല സെക്ഷനിലുള്ളവർക്ക് പലതരത്തിലുള്ള യൂണിഫോമുകളാ. അപ്പൊ അങ്ങനെയല്ലേ ഇരിക്കാം. അപ്പോ അവര് അങ്ങനെ നല്ല നല്ല ഡ്രസ്സ് ഇടുമ്പോ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലേ. അതുകൊണ്ട് അവര് ഉത്സാഹസഹിതം യുദ്ധം ചെയ്ത് ശത്രുക്കളെ തോൽപ്പിച്ച് രാജയശസ് വർദ്ധിപ്പിക്കും. വിചിത്രങ്ങളായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ. ഭടന്മാരെ പ്രോത്സാഹിപ്പിക്കാഞ്ഞാലോ അവര് യുദ്ധത്തില് വീര്യം പ്രകാശിപ്പിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രാജാവിന്റെ കീർത്തിക്കും ഹാനി വന്നുകൂടും. അതിനാൽ ഭൂമിയുടെ ഇപ്പോഴത്തെ വർണ്ണഭേദം പോലെ രാജസൈന്യവും വിചിത്രമായിരിക്കേണ്ടതാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഒരു മഴ കൊണ്ട് ഇങ്ങനെ കൂണ് മുളയ്ക്കുമല്ലോ, അത് അതുപോലെ തന്നെ നശിക്കില്ലേ. ഇത്രയും പോലെ നൈവേഷികങ്ങളാണ് രാജ്യത്തിന്റെ ശ്രീയും സൈന്യത്തിന്റെ ശക്തിയും ഒക്കെ എന്നും വ്യാഖ്യാനിക്കാം അല്ലെ. ക്ഷേത്രാണി സസ്യസമ്പൽഭി കർഷകാണാം മുദം ദദു മാനിനാമുപതാപം വൈ ദൈവാധീനമജാനതാം. വർഷക്കാലത്തില് ധാരാളം ജലം ഉള്ളതുകൊണ്ട് അത്യന്തം വികസിച്ചു കൊണ്ടിരിക്കുന്ന സസ്യസമൃദ്ധികളാൽ അതിശോഭയുള്ള കൃഷിസ്ഥലങ്ങള് കൃഷിക്കാർക്കൊക്കെ വളരെ ആനന്ദം നൽകി. ധാരാളം വെള്ളം കിട്ടൂലോ വർഷക്കാലത്ത്. അപ്പൊ കൃഷിക്കാർക്ക് ആനന്ദം. എപ്പോഴും വെള്ളം നിറഞ്ഞിരിക്കും അല്ലേ കൃഷിസ്ഥലം. സസ്യം സമൃദ്ധി. മഴ പെയ്യുമ്പോ അങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി ആ നിലങ്ങളിലേക്ക്. ക്രമേണ അങ്ങനെ മഴ കുറയുമ്പോൾ വെള്ളം കുറഞ്ഞു വരുന്നത് കൊണ്ട് ആ ശരത്കാലത്തില് ഉണങ്ങാൻ തുടങ്ങിയ സസ്യങ്ങളോടുകൂടിയ ആ കൃഷിസ്ഥലങ്ങൾ തന്നെ കൃഷിക്കാർക്ക് സന്താപത്തെ. അത് കാണുമ്പോൾ കൃഷിക്കാർക്ക് സങ്കടം അല്ലെ, ഉണങ്ങുമ്പോ. ഇത് രണ്ടും ഉണ്ടായത് എന്തുകൊണ്ടാ? സന്തോഷം സന്താപം. മനുഷ്യർക്ക് ലാഭം ഉണ്ടാകുന്നതും നഷ്ടം വരുന്നതും ദൈവയോഗ നിമിത്താണ് എന്ന് അറിയാതെ ലാഭാലാഭങ്ങൾക്ക് ഹേതുഭൂതന്മാർ തങ്ങളാണ് എന്നുള്ള അഭിമാനം ഇവർക്കുണ്ടായത് കൊണ്ടാണ് മനുഷ്യരിങ്ങനെ ദുഃഖിക്കണത്. കാണുമ്പോഴേക്കും സന്തോഷിക്കുക, അത് കഴിഞ്ഞ് ലാഭം വരുമ്പോ സന്തോഷിക്കുക, നഷ്ടം വരുമ്പോ ദുഃഖിക്കുക. ഇതൊക്കെ ഈശ്വര നിയോഗമാണെന്ന് വിചാരിച്ചാൽ മതി. മനുഷ്യരിങ്ങനെ അഭിമാനിക്കരുത്. ലാഭത്തില് സന്തോഷിക്കാണ്ടെയും നഷ്ടത്തില് ദുഃഖിക്കാതെയും ഇരിക്കണം. ദൈവസങ്കല്പത്താൽ ലാഭാലാഭങ്ങൾ ഉണ്ടാകണു. ഇത് രണ്ടിനും തങ്ങള് കാരണഭൂതന്മാരല്ല എന്നുള്ള വിചാരം ഉറച്ചാൽ അപ്പൊ ഈ അഭിമാനം നശിക്കും. അപ്പോ സന്തോഷോ, ലാഭത്തില് സന്തോഷോ നഷ്ടത്തില് ഖേദോ ഇതൊന്നും ഉണ്ടാവില്ല. മോദഖേദങ്ങളൊന്നും ഇല്ലാതെയാവും. അങ്ങനെ ആയിരിക്കണം എന്നുള്ള പാഠം കൃഷിക്കാരെ പഠിപ്പിക്കണം. ജലസ്ഥലൗകസർവേ നവവാരി നിഷേവണാൽ അഭിഭ്രദ്രുചിരം രൂപം
യഥാ ഹരിനിഷേവയാ. വർഷകാലത്തില് ജലം ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് വെള്ളത്തിൽ ജീവിക്കണ മത്സ്യങ്ങളും കരയിൽ ജീവിക്കണ പശു മുതലായ പ്രാണികളും അചരങ്ങളായിട്ടുള്ള വൃക്ഷാദികളും എല്ലാം ഹരിഭക്തന്മാരെന്ന പോലെ അവരവരുടെ ഇഷ്ടലാഭ നിമിത്തം മനോഹര സ്വരൂപം ധരിച്ചു വന്നു. ഭക്തന്മാര് ഭഗവാനെ സേവിക്കുന്ന കാലത്ത് തന്നെ അവർക്ക് അന്ധക്കരണ ശുദ്ധി നിമിത്തം അവര് പ്രസന്നന്മാരായിരിക്കും. ഇതെല്ലാം തരണതും എടുക്കണതും ഒക്കെ ഭഗവാനാണ്. അതുകൊണ്ട് അവർക്ക് ദുഃഖമൊന്നുമില്ല. എല്ലാം ഒരുപോലെയാണ് ഭഗവാന്റെ ഭക്തന്മാർക്ക്. എപ്പോഴും അവർ പ്രസന്നരായിരിക്കുന്നു. വിഷയാശയില്ലാത്തത് കൊണ്ട് ഈശ്വരാനുഗ്രഹം ഉള്ളതിനാൽ അവർക്ക് വേണ്ടതെല്ലാം പ്രയത്നം കൂടാതെ അവർക്ക് ലഭിക്കും. അപ്പൊ ഒന്നും ആഗ്രഹിക്കണില്ല, കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാം. അവിടെ ഇപ്പൊ എന്താ, എല്ലാം തൃപ്തിയാ. അപ്പൊ അവർക്കൊക്കെ വേണ്ടതെല്ലാം കിട്ടും. അപ്പൊ അവരുടെ ശരീരം, അങ്ങനെയുള്ളവരുടെ ശരീരം അതിശോഭയോടുകൂടിയിരിക്കും. മനസ്സിൽ ദുഃഖങ്ങളൊന്നുമില്ലല്ലോ, ഉള്ളതുകൊണ്ട് സംതൃപ്തരായിട്ട് കഴിയണം. സർവസന്താപത്തെയും തീർക്കുന്ന ഹരിഭജനം അത്യന്തം ആവശ്യം. അതാണ് ഇതിന്റെ സാരം. സരിൽഭിസംഗത സിന്ധു ചുക്ഷുഭേ ശ്വസനോർമിമാൻ അപക്വയോഗിനശ്ചിത്തം കാമാക്തം ഗുണയുക് യഥാ. ഭയങ്കര കാറ്റടിച്ചതുകൊണ്ട് കനത്ത തിരമാലകളുള്ളതും നിറഞ്ഞൊഴുകി വന്ന അനേകം പുഴകൾ ചേർന്നതുമായ സമുദ്രം രാജസാദി ഗുണങ്ങൾ തീരെ നശിക്കാതെയും ബഹുവിധ കാമങ്ങളോടുകൂടിയതുമായ അപക്വയോഗിയുടെ മനസ്സ് എന്ന പോലെ ചലിച്ചു. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അതായത് മനസ്സിനെ ബലമായിട്ട് അടക്കുന്നതാണ് യോഗം. ദൃഢമായ സംയമനം ഇല്ലാതെ വന്നാൽ യോഗിയുടെ നില തെറ്റിപ്പോകും. അല്ലെ, അത്രയും ഇന്ദ്രിയ സംയമനം വേണം യോഗം ധ്യാനമൊക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ യോഗം കേവല ക്ലേശത്തിനു മാത്രമല്ലാതെ പുരുഷാർത്ഥ പ്രാപ്തിക്ക് മതിയായി വരികയില്ല. അങ്ങനെയുള്ള യോഗം ചെയ്താലേ കാര്യമുള്ളൂ യോഗാഭ്യാസം. അതുകൊണ്ട് യോഗി മനസ്സിനെ ദൃഢമായിട്ട് അടക്കണമെന്ന് അതിന്റെ സാരം. സമുദ്രത്തില് കാറ്റുള്ളത് പോലെ മനസ്സിൽ ഗുണബന്ധമുണ്ട്. നദികള് സമുദ്രത്തിൽ വന്നു ചേരുന്നത് പോലെ വിഷയാശ ചിത്തത്തിൽ വന്നു ചേരുന്നു. അത്രയും അങ്ങനെ തുടർച്ചയായിട്ടാണ് അങ്ങനെ ഇടവിടാത്ത വന്നുകൊണ്ടിരിക്കും വിഷയാശ. അപ്പൊ സമുദ്രം അലമുറയിടുന്നത് പോലെ അപക്വയോഗിയുടെ ചിത്തം ചലിക്കുന്നു. ഇതാണ് പ്രത്യേക ഉപമ പറയണത്. അപക്വമായിട്ടുള്ള യോഗിയുടെ ചിത്തം ഇങ്ങനെ സമുദ്രം ചലിക്കുന്നത് പോലെ ചലിക്കണം. ഗിരയോ വർഷധാരാഭി ഹന്യമാനാ ന വിവ്യധു അഭിഭൂയമാനാ വ്യസനേ യഥാ അധോ ക്ഷജചേതസ. അപ്പൊ ഈ സമുദ്രത്തിനെ ഉപമിച്ച് പറഞ്ഞതുകൊണ്ട് എന്താർത്ഥം? മര്യാദ തെറ്റാതിരിക്കുന്ന മഹാന്മാരായാൽ കൂടി ഭഗവത് ഭക്തന്മാരല്ലെങ്കിൽ അവർക്കും ക്ഷോഭം സംഭവിക്കും. അതാണ് ഉദാഹരണ സഹിതം പറഞ്ഞത്. ഭഗവാനെ തന്നെ ചിന്തിക്കുന്നവരായാൽ എവിടെ ഇരുന്നാലും അല്പന്മാരായിരുന്നാലും കൂടി മനക്ഷോഭം സംഭവിക്കില്ല. ഈ ഗിരി ദൃഷ്ടാന്തത്തില് കാണിക്കുന്നത്, പർവ്വതങ്ങളുടെ ദൃഷ്ടാന്തത്തില്. ഗിരികളിൽ വർഷധാരകൾ ഏറ്റവും അധികം മഴ പെയ്യണത് എവിടെയാ? പർവ്വതങ്ങളിലാണ്, അല്ലെ? പക്ഷെ അവയ്ക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. എന്ന് മാത്രല്ല, വർഷാധിക്യത്താൽ ചളികളൊക്കെ മുഴുവനും ഒഴുകിപ്പോവും. അപ്പൊ അങ്ങനെ കൊച്ചു കൊച്ചു പുല്ലുകള് അങ്ങനെ മുളച്ചു വരും. അതിശോഭയോടുകൂടി അങ്ങനെ നിൽക്കും. ആ പച്ചപ്പുല്ല് നിറഞ്ഞിരിക്കുന്ന ആ ഗിരിശൃംഗങ്ങൾ കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പോ ഏതുപോലെ എന്ന്, അതിശോഭയോട് കൂടിയിട്ടുള്ള തൃണങ്ങള് ഏതുപോലെ എന്നാൽ ഭഗവാനിൽ തന്നെ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരെന്ന പോലെ ആധ്യാത്മിക താപത്രയം പല വിധത്തിൽ ബാധിച്ചാലും എല്ലാം ഭഗവത് അധീനമാണ് എന്നുള്ള ദൃഢവിശ്വാസം ഭക്തന്മാർക്കുള്ളത് കൊണ്ട് മനക്ഷോഭം അവർക്കുണ്ടാവില്ല. എന്ന് തന്നെയല്ല, താപാനുഭവം നിമിത്തം ഈ ആപത്തുകളൊക്കെ ഇങ്ങനെ നീങ്ങിപ്പോയാൽ ഭഗവത് അനുഗ്രഹജന്യമായ ആനന്ദാനുഭവത്തിന് വേഗവും സൗകര്യവും കൂടും എന്നുള്ള വിശ്വാസത്താൽ അവരുടെ മനസ്സിന് പ്രസാദം കൂടി വരുന്നതല്ലാതെ ഒരിക്കലും കലക്കം ഉണ്ടായി വരില്ല. അതുകൊണ്ട് എപ്പോഴും ഭഗവത് ഭക്തി ഉള്ളവരായിരിക്കണം. മഴ കൊണ്ട് കലക്കമില്ലാത്തതുപോലെ ആപത്തുകൾ നേരിടുമ്പോൾ ക്ഷോഭിക്കാതെയും ഇരിക്കണം എന്നർത്ഥം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.